السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിലേക്ക് വിളിക്കുക അഥവാ ബാങ്ക് കൊടുക്കുക ഏറ്റവും ഖൈറായ ഉത്തമമായ അമലായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ബാങ്ക് വിളിക്കുന്ന വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേണ്ടി പാപമോചനം തേടാൻ, അദ്ദേഹത്തിന് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ, മനുഷ്യരും ജിന്നുകളും മറ്റേത് വസ്തുക്കളും കേൾക്കുന്നുവോ അതെല്ലാം അവർക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ഒരാൾക്ക് 12 വർഷം തുടർച്ചയായി ബാങ്ക് വിളിക്കാൻ സാധിച്ചാൽ അയാൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ എല്ലാവരെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ബാങ്ക് വിളിക്കുന്ന ആളുകളെ പ്രത്യേകമായി എടുത്തു കാണിക്കപ്പെടുന്ന രൂപത്തിൽ, പ്രത്യേകമായി ആദരിക്കപ്പെടുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ, അമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ, അള്ളാഹുവിലേക്ക് വിളിക്കുന്നതിനേക്കാൾ, സ്കരിക്കാൻ വേണ്ടി വരൂ ഹയ്യാലസ് സ്വലാഹ്, വിജയത്തിലേക്ക് വേണ്ടി വരൂ ഹയ്യാലൽ ഫലാഹ് എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയേക്കാൾ ഉത്തമനായി മറ്റേത് വ്യക്തിയാണുള്ളതെന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഏതൊരു ജോലി ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യനാണെങ്കിലും ദാ ബാങ്ക് കൊടുത്തു, ജമാഅത്തിന് സമയമായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജോലികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്നു. ഈ ശബ്ദം കേട്ടതുകൊണ്ട് വീട്ടിലുള്ള ഉമ്മമാരും ബാങ്ക് വിളിച്ചിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് നിസ്കരിക്കണമെന്ന ചിന്ത, ആ ഒരു ഓർമ്മ അവരിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് വിളി കാരണം കടന്നു വരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ബാങ്ക് വിളിക്കുന്ന വ്യക്തി കാരണം എത്രയെത്ര ആളുകൾക്കാണ് അവർ ചെയ്യാനുള്ള അമലുകളിലേക്ക് അഥവാ നിസ്കാരത്തിലേക്കുള്ള ഓർമ്മപ്പെടുത്തലുകൾ അവർക്കത് ഉപകാരമായി ഭവിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലമാണെങ്കിലോ എത്രയോ വലുതാണ്. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അദ്ദന 12 സന, വല്ലൊരുത്തനും 12 വർഷം ബാങ്ക് കൊടുത്താൽ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമായെന്നാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു, വകുതിബത്ത് ലഹു ഫീ കുല്ലി മറത്തിൻ, ഓരോ പ്രാവശ്യം ഈ വ്യക്തി ബാങ്ക് കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ രേഖപ്പെടുത്തി വെക്കുന്ന 60 ഹസന, 60 നന്മകൾ. ഓരോ പ്രാവശ്യം ബാങ്ക് വിളിക്കുമ്പോഴും 60 നന്മകളാണ് ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡിൽ, അദ്ദേഹത്തിൻ്റെ നന്മയുടെ ഭാഗത്തിൽ എഴുതപ്പെടുന്നത്. എന്നാൽ അബി ഇഖാമത്തിഹി, അദ്ദേഹം ഇഖാമത്ത് കൊടുക്കുമ്പോഴോ 30 ഹസന, ഇഖാമത്ത് കൊടുക്കുമ്പോഴോ 30 നന്മകൾ അദ്ദേഹത്തിൻ്റെ നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തി വെക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വലിയ മഹത്തായ അമൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ പള്ളികളിൽ നിന്നും നമ്മെ നിസ്കരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്ന മുഅദ്ദിൻ അഥവാ മുക്രി. നാം വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ കാണേണ്ടുന്ന വ്യക്തികളാണ് അവർ. ഒരുപക്ഷെ അവർക്ക് ഭൗതികമായ വലിയ നേട്ടങ്ങളൊന്നും അവർ കയ്യിലില്ല എങ്കിലും ആഖിറത്തിലേക്ക് വലിയ നന്മകളുമായി, വലിയ നന്മയുടെ കൂപാരങ്ങളുമായിട്ടാണ് റബ്ബിൻ്റെ മുമ്പിലേക്ക് അവർ കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അവർ വലിയ ബഹുമാനവും ആദരവുമുള്ളവരാണ്. അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും നമുക്ക് സാധിച്ചാൽ അതുവഴിയെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതകളുണ്ട്. അല്ലാഹു തആല അവൻ ബഹുമാനിച്ച് ആദരിച്ച വ്യക്തികളെ, വസ്തുക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനൊക്കെയുള്ള വിശാലമായ മനസ്സും തൗഫീഖും നൽകി നമ്മെ ഈ ലോകത്ത് വിജയികൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.